വിനീഷ്യസ് ജൂനിയർ ആർസണലിലേക്കോ? ഇപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്, റൂമേഴ്സ് ആണ്. പക്ഷെ ഇതിൽ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്. കാരണം 433 അതുപോലെ തന്നെ ഫാബ്രിസിയോ ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ സംഭവം ഒന്നല്ല, റയൽ മാഡ്രിഡിൽ നിന്ന് ഓൾറെഡി വിനീഷ്യസ് മാറുകയാണെന്നൊരു അഭ്യൂഹം നല്ല രീതിയിൽ കഴിഞ്ഞ സീസൺ കഴിയുന്നതോടുകൂടി തന്നെ വന്നിരുന്നു. ബിക്കോസ് അതിന്റെ കൂടെ ഇത്തിരി കൂടി അതിന് തെളിവായിട്ട് ഇപ്പോഴത്തെ വിനീഷ്യസ് ജൂനിയർ ഇൻസ്റ്റാഗ്രാമില് DP ബ്ലാക്ക് കളർ ഇമേജ് ആണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ റയൽ മാഡ്രിഡ് എന്ന ബയോയിൽ നിന്ന് അദ്ദേഹം എടുത്ത് മാറ്റുകയും ചെയ്തു. ഇപ്പൊ പ്രസന്റ്ലി കളിക്കുന്ന ക്ലബ് എന്ന് പറഞ്ഞ റയൽ മാഡ്രിഡിന്റെ ബയോയിൽ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സോ സംശയങ്ങൾ അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആർസണലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആർട്ടറ്റയ്ക്ക് താരത്തിനെ വേണം. കാരണം ലെഫ്റ്റ് വിങ്ങില് ട്രൊസാർഡിനെ അവർ ഓൾറെഡി വിട്ട് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ സീസണിൽ ട്രൊസാർഡായിരുന്നു ലെഫ്റ്റ് വിങ്ങിൽ അവരെ വജ്രായുധം. മാർട്ടിനെല്ലി സബ്ബായിരുന്നു. അപ്പൊ ഇവട്ടെ ട്രൊസാർഡ് പോയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് വിങ്ങിൽ മാർട്ടിനെല്ലി മാത്രമാണ് ഇപ്പൊ ആർസണലിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർ പ്ലെയറും കൂടി വന്നു കഴിഞ്ഞാൽ റൈറ്റ് വിങ് സാക്ക, ലെഫ്റ്റ് വിങ് വിനീഷ്യസ് വന്നു കഴിഞ്ഞാൽ അതൊരു ബെസ്റ്റ് കോംബോ ആയിരിക്കും. സോ ആർട്ടറ്റ അതിനുവേണ്ടി ശ്രമിക്കുന്നു. EPL കിരീടം നിലനിർത്തണം ആർസണലിൽ. വേറെ ക്ലബുകളൊന്നും രംഗത്തില്ല. കാരണം 140 മില്യണാണ് വിനീഷ്യസിന്റെ എന്താ പറയും പൈസ, അദ്ദേഹത്തിന് ചെലവാക്കേണ്ട പൈസ. അത്രയും ചെലവാക്കാൻ വേറെ ക്ലബുകൾക്ക് ഇപ്പൊ പറ്റില്ല എന്നാണ് ഫാബ്രിസിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്യണ. പറ്റുന്നുണ്ടെങ്കിൽ അത് ആർസണൽ മാത്രമാണ്. അതുപോലെ വിനീഷ്യസിന് ആർസണലിലേക്ക് പോകാൻ ഇത്തിരി ഇഷ്ടം കൂടിയുണ്ട്. കാരണം അവിടെ ഡിഫൻഡർ ഗബ്രിയേൽ മഗലസ് ഒക്കെ അവൈലബിൾ ആണ്. ഗബ്രിയേൽ മാർട്ടിനെല്ലി ഉണ്ട്, ഗബ്രിയേൽ ജീസസ് ഉണ്ട്, എല്ലാവരും ആർസണലിലുണ്ട്, ബ്രസീലിയൻ താരങ്ങൾ. സോ മേ ബി ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡീല് എപ്പോ റെഡി ആവും, മേ ബി നടക്കില്ല, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മാത്രമായിട്ടുള്ള ഡീലിന്റെ സാധ്യതകൾ ഇപ്പോൾ ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് വെയിറ്റ്. നടന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ട്രാൻസ്ഫർ ന്യൂസ് ആയിരിക്കും, വലിയൊരു മൂവ് ആയിരിക്കും. റയൽ മാഡ്രിഡിന് വേറൊരു താരത്തിനും കൂടി കണ്ടെത്തേണ്ടി വരും. കാരണം വിനീഷ്യസിന്റെ അഭാവം റയൽ മാഡ്രിഡിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഉറപ്പാണ്. കാരണം UCL-ലും ഇമ്പാക്ട് മാച്ചുകളിലെല്ലാം റയൽ മാഡ്രിഡിനെ കഴിഞ്ഞ സീസണിൽ ഹെൽപ്പ് ചെയ്തത് വിനീഷ്യസിന്റെ ഒറ്റയാൻ പ്രകടനമാണ് എന്നതും വേറൊരു യാഥാർത്ഥ്യം.